ഹാഷ് അജു ജേണി വിത്ത് ജേണക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്യാമ്പസ് ട്രാവൽ വ്ലോഗുമായിട്ട് വന്നിരിക്കുന്നത് ബാംഗ്ലൂർ യലഹങ്കയിലുള്ള നിറ്റിന്റെ ക്യാമ്പസിലാണ് വന്നിരിക്കുന്നത്. വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ബിഹൈൻഡിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അതെ, നമ്മൾ ഇന്ന് നിറ്റ് യലഹങ്കയിലാണ് എത്തിയിരിക്കുന്നത്. കോളേജിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് ക്യാമ്പസിനകത്ത് നമുക്ക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, ഡിഗ്രി സ്കൂൾ, അതേപോലെ ഫാഷൻ ടെക്നോളജി ആൻഡ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ സ്കൂളുകൾ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് മോർ ഫോക്കസ് ചെയ്യുന്നത് ഫാഷൻ ടെക്നോളജി ആൻഡ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ സ്കൂളാണ്. അപ്പോൾ നമുക്ക് നേരെ ഫാഷൻ ടെക്നോളജി ആൻഡ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ സ്കൂളിലേക്ക് കടന്നു. നമ്മൾ ഇന്ന് നിറ്റ് ക്യാമ്പസിൽ നമ്മളിന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ ഫാഷൻ ടെക്നോളജിയുടെയും ഇന്റീരിയർ ഡിസൈനിന്റെയും കോഴ്സസ് ആണ്. സോ നമ്മൾ ആദ്യം നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് സ്കൂൾ ഓഫ് ഫാഷൻ ടെക്നോളജി ആൻഡ് ഇന്റീരിയർ ഡിസൈൻ, NSFTID എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമ്പസ് ആണ് ഫസ്റ്റ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. NSFTIയുടെ ഒരു ലോബിയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ കാണാം അവരുടെ കുറച്ച് പാറ്റേൺസ്, അവർ ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അത് പ്രത്യേകം ഒരു തീം ബേസ്ഡാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അതായത് ഓരോ സീസൺ അല്ലെങ്കിൽ ഓരോ സമയത്തെ സീസണിലും ഒക്കെ അനുസരിച്ച് അവരൊരു തീം സെറ്റ് ചെയ്യും. ആ തീമിലായിരിക്കും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിസൈൻസ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ കാണാം ഈ NSFTIയുടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് വളരെയധികം ലൈറ്റിങ്ങും വളരെ ക്ലീനിങ്ങോട് കൂടിയ ഒരു ക്യാമ്പസിന്റെ ഇൻസൈഡ് പോർഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പർട്ടിക്കുലർ ക്യാമ്പസിൽ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ടെറാക്കോട്ട ലാബിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻസിനും ഇന്റീരിയർ ഡിസൈനിങ് സ്റ്റുഡൻസിനും ഒരു ആഡ് ഓൺ കോഴ്സ് ആയിട്ട് സർട്ടിഫിക്കറ്റോട് കൂടെ ഫസ്റ്റ് സെമിസ്റ്റർ തൊട്ട് ലാസ്റ്റ് വരെ അവർക്ക് ഇവിടെ ടെറാക്കോട്ടയുടെ ഒരു ലാബ് സെഷൻ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇവർക്ക് എന്താണോ പ്രാക്ടിക്കൽ വരുന്നത്, ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് ടെറാക്കോട്ട ജുവലറി, ഇനി അതല്ല ഇന്റീരിയർ ഡിസൈനിങ്ങിന് ആൾക്കാരെ സംബന്ധിച്ച് അത് പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് ഇന്റീരിയറിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിഫറെന്റ് ടെറാക്കോട്ട ഡിസൈൻസ് ആണ് ഇവിടെ. അത് പ്രിപ്പറേഷൻ എങ്ങനെയാണ്, പോട്ട്രി മേക്കിംഗ്, ഈ കാര്യങ്ങളൊക്കെ വളരെ 25 വർഷത്തിലധികമായിട്ടുള്ള ഒരു സ്റ്റാഫ് തന്നെ, ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് തന്നെ പഠിപ്പിക്കുന്നതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കർണാടകയിലെ ഒരു ഫാഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സ് പഠിപ്പിക്കുന്ന കോളേജിൽ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റോട് കൂടിയ ടെറാക്കോട്ട മേക്കിങ്ങിന്റെ ഒരു പ്രോസസ്സ് ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് ബിഹൈൻഡിൽ കാണാം, വന്നു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഇവിടെ ഒരു സാറ് ഇവിടെ പോട്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഡിഫറെന്റ് ഇവിടുത്തെ സ്റ്റുഡൻസും അതേപോലെ തന്നെ ആർട്ടിസൻസും ഒക്കെ മേക്ക് ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് ടെറാക്കോട്ടയുടെ മെറ്റീരിയൽസ് കാണാനായിട്ട് സാധിക്കും. അതിപ്പം എന്തും ആയിക്കോട്ടെ, ചെറിയ 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 സാധനങ്ങൾ തൊട്ട് പോട്രി, കുഞ്ഞ് കമ്മല് വരെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ചെറിയ ചെറിയ ജുവലറീസ് ആണ്, ടെറാക്കോട്ട ജുവലറീസ്, ചെറിയ കുഞ്ഞു മെറ്റീരിയൽസ് മുതൽ പലതും കാണാനായിട്ട് സാധിക്കും. സോ ആഫ്റ്റർ അവിടെ പ്രിപ്പറേഷൻ ശേഷം നമുക്ക് 2 ഇൻഡിവിജ്വൽ ഫർണസും കാര്യങ്ങളും ഉണ്ട്. ആ ഫർണസിൽ അവർ ബേക്ക് ചെയ്ത് അതിനെ നോർമൽ ഹീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ എല്ലാം നല്ല രീതിയിലുള്ള ഫ്ലവർ മെറ്റീരിയൽസ് ഉണ്ട്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് സബ്സ്റ്റൻസ് കാണാനായിട്ട് സാധിക്കും. സോ അതേപോലെ തന്നെ സ്ലാബ് മേക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു മെഷീൻ, ഇങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ കാണിക്കും. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ടെറാക്കോട്ടയുടെ ഒരു സർട്ടിഫൈഡ് കോഴ്സ്, ആഡ് ഓൺ കോഴ്സ് എല്ലാ സ്റ്റുഡൻസിനും ഇവർ ഫേവർ ചെയ്യുന്ന, ഇവർ കൊടുക്കുന്നതായിട്ടുള്ള ഒരു ആഡ് ഓൺ കോഴ്സ് ആണ്. മറ്റു ഒരു സ്ഥലത്തും അത് അവൈലബിൾ അല്ല. സോ നമ്മൾ നെക്സ്റ്റ് കാണാനായിട്ട് പോകുന്നത് ടെക്സ്റ്റൈൽ ടെസ്റ്റിംഗ് ലാബാണ്. അതായത് ഡിഫറെന്റ് മെറ്റീരിയൽസ് ഓഫ് ടെക്സ്റ്റൈല് ഡിഫറെന്റ് അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്യുകയാണ്. സോ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് അത് എന്ത് കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം, ഇപ്പം പ്രിന്റിങ്ങിനാണോ, എന്ത് തരത്തിലെ ഉപയോഗങ്ങളാണ് നമ്മുടെ ഒരു ജസ്റ്റ് ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് കാണാനുള്ള സാധിക്കും.
നമ്മൾ ജസ്റ്റ് കോമൺ ആൾക്കാർക്ക് GSM-നെ കുറിച്ചൊക്കെ കാണാറെന്ന് പറയുന്നത് പർട്ടിക്കുലർ ഒരു മെറ്റീരിയൽ എത്ര വെയ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറേ ഡിഫറെന്റ് അപ്പാരറ്റസ് യൂസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. സോ നമ്മൾ എന്തൊരു ഡെമോൺസ്ട്രേഷൻ കാണുന്നുണ്ട്, ടെൻസൈൽ ഡിജിറ്റൽ ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റർ എന്ന് പറഞ്ഞൊരു ടെൻസൈൽ അതിനെ കാണാനായിട്ട്, അതായത് ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ എത്ര മാത്രം വലിയാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് ഡെമോൺസ്ട്രേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമ്മൾ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു പ്രിന്റിംഗ്, ടെക്സ്റ്റൈൽ പ്രിന്റിംഗ് ആണ്. സോ നോർമൽ ഒരു ഫാബ്രിക്കിൽ എങ്ങനെയാണ് ടെക്സ്റ്റൈലിൽ ഡൈ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നതാണ് അടുത്തത്. നമുക്കിവിടെ കുറച്ച് മലയാളി സ്റ്റുഡൻസിനെ ലഭിച്ചിട്ടുണ്ട്. ഹായ്, നമസ്കാരം. ഹലോ. എന്താണ് പേര്? ഋത്തിക. എവിടെയാ നാട്ടില്? ഞാൻ കണ്ണൂരിൽ നിന്ന്. ശ്രദ്ധ തിരുവനന്തപുരം. ആ, കൊല്ലം. ഓക്കെ. സോ നിങ്ങൾ എല്ലാവരും ഒരേ വർഷം ഏത് ഇയർ ആണ്? ഞാൻ സെക്കൻഡ് ഇയർ. തേർഡ് ഇയർ. ഓക്കെ. സോ തേർഡ് ഇയേഴ്സിന് സ്റ്റുഡൻസിനോട് ആദ്യം ചോദിക്കാം, എങ്ങനെയുണ്ട് ആക്ച്വലി ജീവിതം ഇവിടെ? കൊള്ളാം. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, പുതിയൊരു സബ്ജക്റ്റ് ആയിരുന്നു. സോ ഐ മീൻ കുറെ പഠിച്ചു, കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, കുറെ എൻജോയ് ചെയ്തു. ഓക്കെ. സോ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നിങ്ങൾക്ക് റെഡിയായി വരുന്നുണ്ടല്ലേ? തേർഡ് ഇയർ അല്ലേ? നല്ല ഉഗ്രനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. യാ, എങ്ങനെയുണ്ട്? സെയിം കാര്യങ്ങളൊക്കെ ലൈക്ക് നമ്മളെ നല്ല രീതിക്ക് ട്രെയിൻ ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസസിന് കൊണ്ടുപോകുന്നുണ്ട്, ലൈക്ക് ഫാഷൻ ഷോസിനും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എഡ്യൂക്കേഷൻ വൈസ് നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. ഓക്കെ. എങ്ങനെയാണ് ഈ പർട്ടിക്കുലർ കോളേജിനെ കുറിച്ച് അറിഞ്ഞത്? ഞാൻ ഒരു കൗൺസിലിംഗ് ത്രൂ അറിഞ്ഞത്. എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, റെക്കമെൻഡ് ചെയ്തതാണ്. ഫാമിലി ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ലൈക്ക് മലയാളീസ് ആണ്. വേറൊരു കാര്യം, ഒരു ജനറൽ ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഏതാ? പെട്ടെന്ന് ഒരുപാട് ചിന്തിച്ചിട്ട് പറയാമല്ല, അതുകൊണ്ട് പെട്ടെന്ന്. പല സ്ഥലങ്ങളുണ്ട്, പക്ഷെ എനിക്കിഷ്ടം മോളുകളാണ്. ഓക്കെ. മോളുകൾ തന്നെയാണ്. ഓക്കെ. വിസിറ്റിംഗ് മോൾസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അല്ലേ? ഓക്കെ. ഇപ്പോൾ പരിചയപ്പെട്ട സന്തോഷം. So since you have the foundation of what is draping and how the preparation has to be done and everything, so today we have a model where you're going to develop the gown along with the fullness. Okay, we're going to improvise a little more on attachments of other additional fullness, and as well as some flare frills and ruffles, whatever, which will enhance the gown. Since you have a model along with you, you just have to check what are the basic patterns required. Say you have the bustier here. So bustier has been designed with the two different darts. Okay, that's the single dart. And then you have a skirt pattern which is having a tubular style, not so flare. And this is a flare what you're going to create like a trail. And this is just developed with the pleating. Okay, so we have made the techniques very simple for you so that you can explore more in the upcoming classes. Okay, the basic style, it has to be having the dart or elimination of dart, where you're going to introduce the princess line in that. So we are going to plan for both, along with the dart as well as along with the princess line. Okay, so here, as you know, with the parallel line, whatever you have, you're going to create the princess line. Yes.
So how do we create a proper princess line for the bustier? Yeah, that's a real good question, because that is how you just have to begin with. Okay, so here you have a panels. As you can see here, you have a panels in the dress form. So that panel will give you the a basic idea or the line where you have to mark for the princess line. So here when you've been marking out, make sure you will be taking the curve line in the mid of the armhole, and that has been onto the parallel line, and the line ending it in the waist level, whether it has to be in the empire line or maybe it could be in the waist level. So according to the basic rule, you can just take these, I mean these are the tools meant for to create a little curve shape, or maybe a little what you say, the style lines which can be created out of it. Hi, we have got two students from NSFTID, right? Yeah, which course you are studying? I'm studying bachelor's in science, fashion and apparel design. Okay, fashion and apparel. Fashion and apparel. Same course, bachelor's in Same science, course. fashion apparel design. Okay, so please introduce yourself. What's your name? My name is Shashank. Where you are from? I'm from Bangalore. From Bangalore itself. Bangalore city, yeah. Bangalore Okay. city. I'm Joanne and I'm also from Bangalore. Okay, so how did you know about this particular campus? We started looking through the course and we got to know connections through some family and friends. Through family members? Family like, friends, okay. yeah. I had a senior who studied here, who passed out from here. She's an alumni. So when I reached out to her, she gave me really good feedback. And Okay, so you guys are satisfied with everything, right? Yes. Okay, yeah, thank you. So welcome you all for the meeting. So you will be getting a hang. This is one of the charka you will be using, and from the hang you will be winding on to the bobbin, and these are the bobbins which have been used, and from this you will be winding on to the purl. So this is what the purl you will be using. So after the purl, everything winded onto that, then it can be used for the next process called as a weaving process, everything and all. Now we'll go to weaving process. The traditional type of fabric manufacturing, that is called as a handloom, where a handloom you can produce any type of a thing. Now we will be going to demonstration, show how exactly the saree has been manufactured. You can have a demonstration. And these are designs done by with the help of a jacquard, which can achieve on the fabric, and these are the designs jacquard you can see on this. With the help of a jacquard itself only, you can get a design uniformly onto these fabrics. അപ്പോൾ ഇവിടെ കോഴ്സിന് വരുന്ന ആദ്യത്തെ വർഷക്കാർ, അതായത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്, ഫസ്റ്റ് അവർ പ്രാക്ടിക്കൽസിന് വരുന്ന ഒരു ലാബാണ് പാറ്റേൺ മേക്കിംഗ് ലാബ്. സോ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള സ്വിങ് മെഷീൻസ് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിലേക്കുള്ള ട്രഡീഷണൽ ആയിട്ട് പെഡലിംഗ് ഉള്ള സ്വിങ് മെഷീൻസ് കാണാം. അതേപോലെ തന്നെ പാറ്റേൺ മേക്കിങ്ങിൻ്റെ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പം വളരെ യാദർശികമായിട്ട് ഒരു ബാംഗ്ലൂർ മലയാളിയായിട്ടുള്ള ഒരു ഫാക്കൽറ്റിയെ കാണാനായിട്ട് സാധിച്ചു. ഹായ്, നമസ്കാരം. നമസ്കാരം. എവിടെയാണ് നാട്ടില്? ആലുവ. ഓക്കെ, സോ ഒരു പ്രോപ്പർ ബാംഗ്ലൂർ മലയാളിയാണ് അല്ലേ? അതെ. ഓക്കെ. സോ ലൈക്ക് ഹൗ ഈസ് യുവർ faculty, like your faculty over here, right? Yes. Pattern making, like what you're doing? So basically I teach pattern making to students, and ചിലപ്പോൾ കുറച്ച് ഇങ്ങനെ like basic things, like starting with a basic set of bodies and all those things. And then after that we train them to use this peddling machines. So they get a flow of the traditional method of making the garments, as well as the like a step for them to go for an advanced level. Okay. So here only like you are dealing with tools and everything, right? So എനിക്ക് തോന്നുന്നു
normal people na ariyatha different tools are there, right? Yes. Okay. So I have one more question. Like, how is the relationship between faculty and students over here? Oh, it's actually very good. Like, we have a very good understanding of the outer state people as well. Okay. We have a very diverse culture of, having, Malayali faculties catering to Malayali students. Then we have like Tamilian faculties catering to Tamil students. So like that, we have different faculties supporting for different students as well. So different parts of different students from different parts of country will be having different staff also from different parts, right? So basically, if any Malayali students have any issues and all those things, they come and ask me like to solve any kind of problems, like their personal, or it could be like related to college related works. Okay, so more than a faculty, it's a big brother, right? Yeah. Okay, so thank you so much. Thank you so much. So these are some of the basic building materials which is available in this lab. Here you can see the common building materials like cement, sand and aggregates. These are solid bricks, these are hollow blocks and solid blocks. These are some of the raw material of your stones, and these are brick masonries. So till here it is completely building materials. After this it is called as interior materials, where this can be applied on the surface. For example, wall or maybe windows or maybe some other furniture, something like that. Different laminates which can be applied on the surface. You have different laminates here. These are some of the models which are done by students, building models, and you can see some of the furniture models also here. These are some of the miniature models which is done by students. Now this is a G+1 floor residential house. As you can see here, now this building has both load-bearing and non-load-bearing walls. So you have 4 evenly distributed columns towards this entrance of the building, and also you can see these columns distributed along all the 4 different corners of the building, and beams which is evenly distributed across the 4 different corners of the buildings. So when you have these columns and beams, that is called as load-bearing. Okay, and load-bearing, that's a structure. Okay, and then let us assume there is no columns and beams. So then you have walls which is taking loads from the top of the building. Then those walls are called as load-bearing. Load-bearing walls, those are not the structures. Structures can only be the vertical member and horizontal member. Those are called as columns and beams. Okay. So this is nothing but a straight staircase. സോ ഇവിടെയുള്ള ഒരു നോർമൽ ഒരു ക്ലാസ് റൂമാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു രീതിയിലുള്ള ഈ ഒരു ലൈറ്റിങ്ങും അതേപോലെ ഈ ഒരു വൃത്തിയും ക്ലീൻലിനെസ്സും എല്ലാം ഉള്ള ഒരു കൈൻഡ് ഓഫ് ക്ലാസ് റൂംസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ ക്ലാസ് റൂംസും ഡിജിറ്റലി ഇൻവോൾവ് ആയിട്ടുള്ള ക്ലാസ് റൂംസ് ആണ്, അതായത് ഡിജിറ്റൽ സ്ക്രീൻസോട് കൂടെയൊക്കെയുള്ള ക്ലാസ് റൂംസ് ആണ് വരുന്നത്. ഇനി ഞാനൊരു കോഴ്സസ് പറയാം, ഇവിടെ ആരൊക്കെ വരണം എന്നുള്ള കോഴ്സസ് പറയാം. BSc ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈൻ 3 ഇയർ കോഴ്സാണ്. നമ്മൾ പല സ്റ്റുഡൻസിനെയൊക്കെ കാണാനായിട്ട് ഇടയായി. രണ്ടാമത് BSc ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ. സോ ഈ 2 കോഴ്സസും 3 ഇയർ കോഴ്സാണ്. ഇത് കൂടാണ്ട് മാസ്റ്റേഴ്സ് ഇൻ ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈനും മാസ്റ്റേഴ്സ് ഇൻ ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷനും ഉണ്ട്. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളൊരു ഡിസൈനിങ് ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ, ഫാഷൻ ഡിസൈനിങ് ആയിക്കോട്ടെ ഇൻറ്റീരിയർ ഡിസൈനിങ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വളരെ അധികം ഉറപ്പോടുകൂടെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസാണ് ഈ നിറ്റിൻ്റെ ക്യാമ്പസ്. നിറ്റിൻ്റെ ക്യാമ്പസിനകത്ത് ഒരു സ്മോൾ പ്ലേസിനകത്ത് അവർ കംപ്ലീറ്റ്ലി നല്ല ക്യൂട്ടായിട്ട് എല്ലാ ലാബ് ഫെസിലിറ്റിയോടെ കൂടെയും മറ്റ് കർണാടകയിൽ മറ്റ് പലരും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ഈ ഒരു രീതിയിൽ. ആ സ്ഥാനത്ത് ഇവർ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇവർ നടത്തുന്ന ഒരു കോഴ്സസ് ആണ് ഞാൻ ഈ പറഞ്ഞ ഫാഷൻ ഡിസൈനിങ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങും. നിരവധി സ്റ്റുഡൻസ്, എല്ലാ സ്റ്റുഡൻസും ഒരു ഹാപ്പി ഫേസസോട് കൂടെ അവരൊരു ഫാമിലി ആയിട്ട് പഠിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു ചെറിയ താല്പര്യം വരും ഒന്ന് വന്നിരുന്ന് പഠിക്കാനായിട്ട്. സോ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്മൾ എഡ്യൂജേണി വിത്ത് ജാനക്സിൻ്റെ ടീം നമ്മളോടൊപ്പം ഉണ്ട് അസിസ്റ്റൻസിനായിട്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. Hello,
Welcome to NITTE School of Fashion Technology and Interior Design. We are a premier design institute, started in the year 2016. This is a complete design institute where students are taught from concept to the product development as well as marketing and sales. And apart from that, children here are nurtured in design completely, starting from the basic sketching to the finished products. Apart from that, we have terracotta lab, we have weaving, then we have product development, we have furniture lab, where students definitely, interior design students learn how to make furnitures. Apart from that, I want to lay emphasis on the way the things are held in college. We are like a family, a small family where children are taken care of and are handheld to move forward and learn and be employable. And since this is a skill-oriented program, more stress is given to practical learning where hands-on experience is given so that children are well trained when they are out after graduation. And we have undergraduate as well as postgraduate programs here. We also have MOUs with Italian universities like Institute of Secoli, then Milan Fashion Campus. Apart from that, we also have from Swinburne University, Singapore, and students have been sent for short-term programs there, as well as online programs have held, and students are trained in many of the new trendy subjects like fashion styling, fashion communication, as well as new trend designs and couture draping. This is what is NITTE Fashion, where you groom the students to be better employable as well as well trained and skill oriented. We got some students from NIT campus. Hi. Hi. Yeah, what's your name? Manideep. Yeah. Aryan Sham. Where are you from? From Bangalore itself? Yeah, Bangalore. From Bangalore. I'm basically from Bangalore but staying in Bangalore. Okay, so which course you are doing? Aeronautical engineering. Aeronautical engineering. It's actually under VTU, right? Vishweshwara Technical. Autonomous but affiliated to VTU. Affiliated to VTU. Yeah. So how is your college life, campus life, academic life, everything going? It's going everything good. Yeah. Okay. We are enjoying it as of now. We are still in second year. Okay. So you have 2 more years to 2 more years. explore, right? Okay. I think your campus is actually a green campus. It's got a nice resort kind of. Yeah. We get that feels. But Okay. What about any other functions, events, or something is there for you guys? yeah, like every year there'll be a fest, cultural, everything, tech, Okay. and there'll be events. Events. going Okay. on. How was the last event? It was good. We called Sachet Tandon and Parampara Tandon. Oh, Paka. So Yeah. it's actually a 3-day fest. Okay. I missed out the first 2 days. I came on a third day. It was really good. Okay. We had Sunidhi, Ganesh, all those people entertaining us. Okay. Really good. We enjoyed. He attended the first 2 days. Okay. So next year you have to attend 3 days. Yeah, Then we'll make sure we'll attend. I mean, we call all colleges. It's a free invite for everyone. So yeah. Okay, sure. Next year we'll join. Okay, thank you so much. Thank you. Thank you. Yeah. NIT ക്യാമ്പസിൻ്റെ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അതായത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ലാബാണ് എൻ്റെ ബിഹൈൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നല്ല അടിപൊളി കുറച്ചേറെ എയർക്രാഫ്റ്റുകൾ കിടപ്പുണ്ട്. സോ അതുപോലെ ആവേശം സിനിമയുടെ തുടക്കത്തിലുള്ള രംഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഈ നിറ്റിൻ്റെ ആർക്കിടെക്ചർ BRKൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. നമുക്കിപ്പോൾ ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എഞ്ചിനീയറിംഗ് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതേപോലെ ECE, EEE എല്ലാം ഇങ്ങനെയുള്ള കോഴ്സുകളെല്ലാം അടങ്ങുന്നുണ്ട്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇവിടെ വളരെ ഫേമസ് ആണ്. അതുകൂടാണ്ട് നിങ്ങൾക്കിവിടെ ഇവരുടെ ഒരു ഓപ്പൺ തിയേറ്റർ ഏരിയ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു അടിപൊളി ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു വലിയ ടർഫിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോഴത്തെ വീഡിയോയിൽ ഇത് കാണിക്കുന്നില്ല. നാളെ ഏതെങ്കിലും ഒരു വീഡിയോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം അതിനകത്ത് കാണിക്കുന്നതായിരിക്കും. സോ ഒരു സ്പോർട്സിനും നല്ല രീതിയിൽ ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരു ക്യാമ്പസാണ്. പിന്നെ പൊതുവേ ക്യാമ്പസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തിയും നല്ല പെയിൻറ്റിങ് വരെ അവർ ക്ലിയർ ആയിട്ട് ചെയ്ത് വളരെ ആ ഒരു മോഡേൺ കൾച്ചറിൽ അല്ലെങ്കിൽ വളരെ എസ്തെറ്റിക്കലി അടിപൊളിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പസിൻ്റെ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഹോസ്റ്റൽസ് കാണാനായിട്ട് പറ്റും. ബോയ്സ് ഹോസ്റ്റൽ, ഗേൾസ് ഹോസ്റ്റൽ സെപ്പറേറ്റ്ലി. പിന്നെ അത് കൂടാണ്ട് ഇവിടെ ടോട്ടൽ 50 നമ്പർ ഓഫ് ഈറ്ററീസ്, കുഞ്ഞു ഷോപ്പ് തൊട്ട് ടീ ഷോപ്പ് തൊട്ട് മെസ്സ്, ക്യാൻറ്റീൻ എല്ലാം കൂടെ ടോട്ടൽ നമ്പർ ഓഫ് 15 ഈറ്ററീസ് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ക്യാമ്പസിനകത്ത്. അതും വളരെ ഭംഗിയോടുകൂടെ വളരെ അവർ അടുക്കിയിരിക്കുന്നത് ഗ്രീനറിയോടുകൂടെ ഒക്കെ ലയിച്ച് വെച്ചിരിക്കുന്ന തരത്തിൽ
ചെറിയ ചെറിയ കുഞ്ഞു ഷോപ്പുകൾ വളരെ ക്യൂട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ നിലവിൽ ഇന്ന് നിറ്റ് ക്യാമ്പസിലെ ഫാഷൻ ടെക്നോളജി ആൻഡ് ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഇനി നമുക്കിത് കൂടാണ്ട് എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പ്രത്യേകിച്ച്, മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ അതർ ഡിഗ്രി കോഴ്സസും ഫാർമസി ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ നെറ്റ് ക്യാമ്പസിലെ മറ്റു കോഴ്സസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ നമ്മളൊരു പ്രോപ്പർ ഒരു വീഡിയോ, അതായത് ഒരു പർട്ടിക്കുലർ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ നെറ്റ് ക്യാമ്പസിൽ നിന്ന് വിട പറയുകയാണ്. വീഡിയോ നിങ്ങൾ നന്നായിട്ട് കണ്ടു, കുറേ കാര്യങ്ങൾ നമുക്ക് കാണിക്കാനായിട്ട് സാധിച്ചു. അത് വളരെ ഗ്രീൻ കൈൻഡ് ഓഫ് ഒരു ക്യാമ്പസ് തന്നെയാണ്. കൈൻഡ് ഓഫ് ഒരു റിസോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് കിട്ടുന്ന ഒരു ക്യാമ്പസ് ആയിരുന്നു. സോ നമുക്ക് നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. എഡ്യു ജേണി വിത്ത് ജാനക്സിൻ്റെ ഒരു അടിപൊളി ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അസിസ്റ്റൻസിന് വേണ്ടിയുണ്ട്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ടീം എപ്പോഴും റെഡിയാണ്. സോ അഡ്മിഷൻസ് ആയിക്കോട്ടെ, മറ്റ് എന്ത് എൻക്വയറീസ് ആയിക്കോട്ടെ, നമ്മുടെ ടീം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. സോ കീപ് റോളിംഗ്. നിങ്ങൾ മറ്റ് ക്യാമ്പസുകളുടെയൊക്കെ വീഡിയോ കാണുക. എഡ്യു ജേണി വിത്ത് ജേണി ഈസ് റോളിംഗ്. ബൈ.